അടുത്ത ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് where each term leaves remainder 4 on division by 6. Is this an arithmetic sequence? Why? ഇവിടെ നമ്മളോട് ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സീക്വൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് 1 മുതലുള്ള നമ്പേഴ്സിനെയാണ്, 1 മുതൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ സീക്വൻസ് എഴുതാനായിട്ട് പോകുന്നത്. ഈ സീക്വൻസിന് മറ്റൊരു പ്രത്യേകത എന്താണ്? ഓരോ ടേംസിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 റിമൈൻഡർ കിട്ടണം. ഓക്കെ, 6 കൊണ്ട്, ഇതിലെ ഓരോ ടേംസിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 റിമൈൻഡർ കിട്ടുന്ന ടേംസുകൾ അടങ്ങിയ സീക്വൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളോട് 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 6ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ 6ന്റെ മുകളിലായിട്ട് റിമൈൻഡർ 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി ബാക്കിയുള്ള റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് 0ന് ശേഷം വരുന്ന സംഖ്യ, ഓക്കെ, 6ന് ശേഷം വരുന്ന സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0ന് ശേഷം ഏതാ നമ്പർ? 1, അത് കഴിഞ്ഞാൽ 2, 3, 4, ഓക്കെ, 11, 12, 13, 14, 15, 16 എക്സെട്ര. ഓക്കെ, 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാലുള്ള സംഖ്യ ഏത്? 6 അല്ലേ? ഇവിടെ നമ്മൾ 6 കൊണ്ടാണ് ഈ നമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 6 റിമൈൻഡറിന്റെ സ്ഥാനത്ത് വരുന്ന സമയത്ത് നമ്മൾ 0 എന്നിട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും 1, 2, 3, 4 അങ്ങനെ എഴുതും. ഓക്കെ, 5, അത് കഴിഞ്ഞാൽ വീണ്ടും 6 വരില്ലേ? അവിടെ നമ്മൾ വീണ്ടും 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ റിമൈൻഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്പേഴ്സിനെ എടുത്ത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കണ്ടേ? അത് ഒരുപാട് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 6ന്റെയോ ഏത് സംഖ്യയാണോ ആ സംഖ്യയുടെ റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 6നെ എടുത്തു. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 0 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ. കാരണം 6 ഡിവൈഡഡ് ബൈ 6 എന്താണ്? 1 ആണ്. സോ റിമൈൻഡർ 0 ആയിരിക്കും. അതിനുശേഷം 1, 2, 3, 4, 5 വരും. 6 വരുന്ന സ്ഥാനത്ത് 0 വന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 1, 2, 3, 4, 5. 6 വരുന്ന സമയത്ത് 0 വരും വീണ്ടും. ഓക്കെ, അങ്ങനെയാണ് റിമൈൻഡേഴ്സ് വരിക. ഇനി ഇതിന്റെ പിന്നിലേക്കായിട്ട് എങ്ങനെ വരും? 0ന്റെ പിന്നിലായിട്ട് വരുന്നത് 5, അതിന്റെ പിന്നിലായി 4, 3, 2, 1. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡേഴ്സ് കിട്ടി. ഓക്കെ, നമുക്ക് എഴുതേണ്ട സീക്വൻസ് എങ്ങനെയാണ്? 6 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ സീക്വൻസിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്പർ ഏതാ? റിമൈൻഡർ 4 കിട്ടുന്നത് 4, പിന്നെ റിമൈൻഡർ 4 കിട്ടുന്നത് 10, പിന്നെ റിമൈൻഡർ 4 കിട്ടുന്നത് 16. അപ്പൊ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? 4, 10, 16 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എല്ലാ നമ്പേഴ്സിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 4 ആണ് കിട്ടുക. ഇനി ഒരു ചോദ്യം എന്താണ്? ഈസ് ദിസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ എന്ത് വേണം? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം. അതായത് 4ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 10ൽ നിന്നും 4 പോയാൽ 6. ഇനി 10ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 16ൽ നിന്നും 10 പോയാൽ 6. അതായത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 6 അഥവാ തുല്യമാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. കാരണം എന്താണ്? The difference between the consecutive terms are same. Okay, ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ. Write the sequence of reminders obtained by dividing the odd numbers by 10. Is this an arithmetic sequence? Why? രണ്ടാമത്തെ ക്വസ്റ്റ്യനും എന്താണ്? ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9, 11, 13 എക്സെട്ര. ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ ഓഡ് നമ്പേഴ്സിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പൊ നമുക്ക് ആദ്യം തന്നെ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര റിമൈൻഡർ എന്ന് കണ്ടുപിടിക്കണം. 3നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കണം. 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഓരോ സംഖ്യയെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ആ റിമൈൻഡേഴ്സ് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ സീക്വൻസ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 9 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് 10നേക്കാൾ ചെറിയ സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ അവയുടെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. അതായത് 1നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 1 തന്നെ, കാരണം എന്താണ്, 1 10നേക്കാൾ ചെറിയ സംഖ്യയാണ്. 3നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആയിരിക്കും, കാരണം എന്താണ്, 3 എന്ന് പറയുന്നത് 10നേക്കാളും ചെറിയ സംഖ്യയാണ്. ഇനി 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആണ്, കാരണം എന്താണ്, 5 എന്നത് 10നേക്കാൾ ചെറിയ സംഖ്യയാണ്. 7നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും റിമൈൻഡർ, 7. 9നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും റിമൈൻഡർ, 9. ഓക്കെ, ഇനി 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്തു നോക്കാം, അല്ല എങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം 10ൽ നിന്നും 11 പോയാൽ 1 ആണ്. ഓക്കെ, 11ൽ എത്ര 10 ഉണ്ട്, 1. 1 × 10 10. 11ൽ നിന്നും 10 പോയാൽ 1. അതായത് 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ 1 ആണ്. ഇനി 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും, 13 ഡിവൈഡഡ് ബൈ 10. 13ൽ എത്ര 10 ഉണ്ട്, 1. 1 × 10 10. 13ൽ നിന്നും 10 പോയാൽ 3. അപ്പൊ എത്രയാണ് റിമൈൻഡർ, 3. ഓക്കെ, ഇനി ഇവിടെ 15 ആണ്. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും റിമൈൻഡർ, 5. അത് കഴിഞ്ഞാൽ 17 ആണ്. 17നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 7. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റിമൈൻഡേഴ്സ് വരുന്നത്? അപ്പൊ റിമൈൻഡേഴ്സിന്റെ സീക്വൻസ് ആണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു സീക്വൻസ് ആണ് എഴുതേണ്ടത്. 1 3 5 7 9. 1 3 5 7 9. ഇത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ 1 3 5 7 9. 1 3 5 7 9. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഈ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 3ൽ നിന്ന് 1 പോയാൽ 2. 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 5ൽ നിന്ന് 3 പോയാൽ 2. 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 7ൽ നിന്ന് 5 പോയാൽ 2. 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 9ൽ നിന്നും 7 പോയാൽ 2. ഓക്കെ, ഇനി 9ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ, 1ൽ നിന്ന് 9 പോയാൽ -8 ആണ്. ഓക്കെ, അതായത് ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് എന്ന് പറയുന്നത് തുല്യമായോ? ഇല്ല, കാരണം ഇവിടെ -8 എന്നും കൂടെ വന്നു. ഓക്കെ, അപ്പൊ എന്തല്ല, ഇവിടെ അടുത്തടുത്ത ഈ ഒരു സീക്വൻസിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം അല്ലാത്തത് കൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ടേംസ് ആർ നോട്ട് സെയിം. ഓക്കെ, ഇനി അടുത്തതായിട്ട് 4ാമത്തെ ചോദ്യം, 14, 23, 32, etc. is an arithmetic sequence. Is the difference between any two terms of this arithmetic sequence be 108? Why? Okay, ഇവിടെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 14, 23, 32, etc. ഓക്കെ, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? അതായത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 23ൽ നിന്നും 14 പോയാൽ 9, 32ൽ നിന്നും 23 പോയാൽ 9. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസിനെ നമ്മൾ ഡിഫറൻസ് അഥവാ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും 2 ടേംസിന്റെ വ്യത്യാസം കാണുന്ന സമയത്ത് ആ ഒരു ഉത്തരം, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 108 ആവുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ഓക്കെ, ഇവിടെ ഇപ്പൊ 23ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. ഇനി 32ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 32ൽ നിന്നും 14. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേംസുകളാണ് 32, 14. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 18. ഓക്കെ, അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് 2 പദങ്ങളെ എടുത്ത് അതിന്റെ ഡിഫറൻസ് കണ്ടാലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താണോ ആ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇപ്പൊ ഇവിടെ കണ്ടോ 18 ആണ് കിട്ടിയത്. അങ്ങനെ 9ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 9, 18, 27, 36, 45, 54, 63, 72, 81, 90. ഇതൊക്കെയാണ് 9ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് 2 ടേംസുകളെ എടുത്ത് അതിന്റെ ഡിഫറൻസ് കണ്ടാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 9
9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 108 എന്നൊരു സംഖ്യ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു രണ്ട് ടേമിന്റെ ഡിഫറൻസ് കണ്ടാൽ കിട്ടുമോ എന്ന് എങ്ങനെ നോക്കിയാൽ മതി? 108 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 108 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് പദത്തിന്റെ അല്ലെങ്കിൽ രണ്ട് ടേമിന്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ 108 കിട്ടും എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 108 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇവിടെ നമുക്ക് 90ന്റെ ഉള്ളിലുള്ള സംഖ്യകൾ വരുമ്പോൾ നമുക്കറിയാം 9ന്റെ മൾട്ടിപ്പിൾസ് 9, 18, 27, 36, 45, 54, 63, 72, 81, 90. അതായത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. 90നേക്കാൾ വലിയ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 108 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. 10ൽ എത്ര 9 ഉണ്ട്? 1. 1 × 9 9. 10ൽ നിന്ന് 9 പോയാൽ 1. 8 ഇറക്കി എഴുതി. 18ൽ എത്ര 9 ഉണ്ട്? 2. 2 ഗുണിക്കണം 9 എത്രയാണ്? 18 തന്നെ. 18ൽ നിന്ന് 18 പോയാൽ 0. അതായത് 108നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അതായത് 108 എന്നത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എന്ത് പറയാം? Yes, the difference between any terms of this arithmetic sequence is to be 108 എന്ന് പറയാം. കാരണം എന്താണ്? 108 is a multiple of 9. Okay. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ 15th ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 15ാമത്തെ ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. nth ടേമിന്റെ ഇക്വേഷൻ നമുക്കറിയാം. nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? nth ടേം ഈക്വൽ ടു f പ്ലസ് n-1 ഇൻറ്റു ഡി. എഫ് എന്ന് പറയുന്നത് എന്താണ്? ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റത്തെ ടേം. ഓക്കെ, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. എൻ എന്ന് പറയുന്നത് നമ്മളോട് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതാണ് എൻ. ഓക്കെ, നമുക്ക് ഇവിടെ 15th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15th ടേം ഈക്വൽ ടു എഫിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടേം ഏതാ? 14 പ്ലസ് എൻ എത്ര വരും? 15ാമത്തെ ടേം അല്ലേ കാണേണ്ടത്. അപ്പൊ എൻ 15 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 9. ഇനി 14 പ്ലസ് 15ൽ നിന്നും 1 പോയാൽ എത്രയാ? 14 മൾട്ടിപ്ലൈഡ് ബൈ 9. ഓക്കെ, 14 ഇൻറ്റു 9 എത്ര വരും? 126. 14 പ്ലസ് 126. 126 കൂടെ 14 കൂട്ടിക്കഴിഞ്ഞാൽ 140. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 15th ടേം എത്രയാണ്? 140 ആണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദി സീക്വൻസ്? 230 ഈ ഒരു സീക്വൻസിലെ എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രാമത്തെ ടേം ആണ് എന്നാണ് കാണുന്നത്. അത് നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെയാണ് കാണുന്നത്. ഓക്കെ, nth ടേം അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എത്രാമത്തെയോ പദമാണ് അല്ലെങ്കിൽ എത്രാമത്തെയോ ടേം ആണ് 230. ഓക്കെ, അപ്പൊ നമുക്ക് nth ടേം ആണ് 230 എന്ന് എടുക്കാം. ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? f പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 230 ആണ്. എഫ് എത്രയാണ്? ഫസ്റ്റ് ടേം 14. n അതുപോലെ തന്നെ എഴുതുന്നു. -1. ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 9 ഈക്വൽ ടു 230. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 14 പ്ലസ് ഈ 9നെ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഗുണിക്കാം. 9 ഇൻറ്റു n 9n. 9 ഇൻറ്റു -1 -9 ഈക്വൽ ടു 230. 14ൽ നിന്നും 9 പോയാൽ എത്രയാണ്? 5. അപ്പൊ 9n പ്ലസ് 5 ഈക്വൽ ടു 230. 9n ഈക്വൽ ടു ഈ പ്ലസ് 5 ഈ സൈഡിലേക്ക് പോയാൽ 230 മൈനസ് 5. 9n ഈക്വൽ ടു 225. 230ൽ നിന്നും 5 പോയാൽ 225. സോ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 225 ഡിവൈഡഡ് ബൈ 9. 225 ഡിവൈഡഡ് ബൈ 9 എത്രയാ? 25 ആണ്. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 25ാമത്തെ ടേം ആണ് 230 എന്ന് പറയുന്നത്.